സുന്ദരീസ് എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നമ്മളിപ്പോ എവിടെയാണെന്നറിയോ? ചടാ, ബാക്ക്ഗ്രൗണ്ട് കാണിച്ചുതരാം. ബാക്ക്ഗ്രൗണ്ട് അല്ല, നമ്മളിപ്പോ എവിടെയാന്നുള്ളതാണ്. നമ്മളിപ്പോ ഉള്ളത് സോൻമർഗിലാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്നതിന്റെ പുറത്തുള്ള വ്യൂ ആണിത്. വ്യൂ എന്തായാലും ഞാൻ ഇങ്ങനെ കുറച്ചേരം ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ പേര് ഇങ്ങനെ കുതിര സഫാരിയിൽ ഇങ്ങനെ പോണിയിൽ ഇങ്ങനെ കൊണ്ടുപോയില്ലേ, അങ്ങനെ കൊണ്ടുപോയിട്ട് കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനത്തെ ഒക്കെ നമ്മൾ ഓൾറെഡി തന്നെ ഓൾറെഡി തന്നെ ചെയ്തിട്ടുള്ള കാരണം നമ്മൾ ഇന്ന് ഇവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. റെസ്റ്റ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണാണ്ടോ, എന്നുവെച്ചാൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാം, എനിക്ക് റീലൊക്കെ ഷൂട്ട് ചെയ്യാം, അമ്മ കുറച്ചേരം ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കിടക്കാം എന്നുള്ള രീതിയിൽ. കാരണം നമുക്ക് ശ്രീനഗറിൽ നിന്ന് ഇവിടെ വരേക്കും 3 മണിക്കൂറോളം എടുത്തു കേട്ടോ. അത്രയും ദൂരമുണ്ട്. ഇനി അതിന്റെ മണ്ടയ്ക്ക് കയറണ്ട, എന്തായാലും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തല്ലോ, അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇന്നിപ്പോ ഇവിടെ സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ ഞാൻ വാട്ടേഴ്സ് ഇൻ മൈ ബാഗ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഈ ബാഗും കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എനിക്ക് ബാക്ക് പാക്ക് വേണമെന്ന് എന്തായാലും ഉണ്ടായിരുന്നു. കാരണം ഇവിടെ നമുക്ക് ഹാൻഡ് ബാഗും കൊണ്ട് പല സ്ഥലത്തേക്ക് നടക്കാനും കാര്യങ്ങൾക്കും ഒന്നും പറ്റില്ല. ഒരു ബാക്ക് പാക്ക് ഉണ്ടെങ്കിലേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്ക് പാക്ക് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ട് അങ്ങ് നടക്കാമല്ലോ. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഏട്ടൻ്റെ കയ്യിൽ നല്ലൊരു ബാക്ക് പാക്ക് ഉണ്ട്, അതിങ്ങനെ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ വെയിറ്റ് ഒക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ ഒരു സാധനം. ഞാൻ വിചാരിച്ചു വേണ്ട, അത് ഇത്തിരി വലുതാണ്, കുറച്ചിങ്ങനെ ഒരു പ്രൊഫഷണൽ ലുക്ക്. അപ്പൊ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് ആമസോണിൽ പണ്ട് എപ്പോഴും മേടിച്ചിട്ടുള്ളതാ. ഇത് നമുക്ക് ബാക്ക് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് ഹാങ് ചെയ്യുകയും ചെയ്യാം. എന്നുവെച്ചാൽ ഷോൾഡറിൽ ഹാങ് ചെയ്യുകയും ചെയ്യാം, 2 തരത്തിലും ചെയ്യാം കേട്ടോ. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഇതെടുക്കാം. ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്കും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. സാധാരണ മറ്റേ ആ ഒരു ലോക്കൽ ലെതർ അങ്ങനെ പറയില്ലേ നമ്മള്, കണ്ടാൽ ഭയങ്കര ലുക്കുള്ള അങ്ങനത്തതല്ല, സാധാ ഒരു സാധനമാണ്. എൻ്റെ കാര്യങ്ങൾ നടക്കാന്നുള്ളത് മാത്രമേ ഇതുകൊണ്ട് നടക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ലുക്കുള്ള ബാഗ്സ് ഒക്കെ വേണമെങ്കിൽ, അങ്ങനെ ഞാൻ നോക്കിയിരുന്നു, മിന്ത്രയിലൊക്കെ നോക്കിയപ്പോൾ 5000-6000 രൂപയുടെ ഹാൻഡ് ബാഗ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും കള്ളികളില്ല അതിൽ. നമുക്ക് കാര്യം നടക്കാന്നുള്ളതാണല്ലോ മെയിൻ. ഞാൻ ഇതും കൊണ്ടാണ് വന്നത്. അപ്പൊ നമ്മളിത് 3 ദിവസമായിട്ട് അത്യാവശ്യം നല്ല കാര്യമായിട്ട് സാധനങ്ങളും കൊണ്ടാണ് നടക്കണത്. അപ്പൊ ഞാൻ ഇതിൽ കാണിക്കുന്ന എല്ലാം ഒന്നും ആവശ്യമില്ല. ഞാനിങ്ങനെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യണ കാരണം ഇങ്ങനെ ഇത്രയും സാധനങ്ങളും കൊണ്ട് നടക്കണം. പിന്നെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ബാഗിൽ വേണം. അതല്ലാണ്ട് ആ സമയത്ത് തപ്പിത്തരഞ്ഞ് നടക്കാനും പിന്നെ ആ രീതിക്ക് ഒരു കോംപ്രമൈസും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. വേണ്ടതെല്ലാം ഞാൻ ബാഗിലിട്ട് ഇതും കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ബാക്ക് പാക്ക് ആയതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ആദ്യം തന്നെ 2 ഫോണുണ്ട്. ഒന്ന് കോളിന് വേണ്ടിയിട്ട്, ഇവിടെ കാശ്മീർ വരുമ്പോൾ എന്തായാലും ഒരു പോസ്റ്റ് പെയ്ഡ് സിം എടുത്തിട്ട് വന്നോളൂ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടാണെങ്കിൽ എടുക്കേണ്ടി വരും. പ്രീപെയ്ഡ് സിം ഇവിടെ വർക്ക് ആവില്ല കേട്ടോ. പോസ്റ്റ് പെയ്ഡ് സിം എവിടുത്തെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ സിമ്മുള്ളൊരു ഫോണുണ്ട്. ഇത് ഞാൻ നമ്മുടെ യൂഷ്വൽ കാര്യങ്ങൾക്ക് വേണ്ടി, ഇൻസ്റ്റ അങ്ങനത്തെ ഒക്കെ വേണ്ടിയിട്ടുള്ള, നെറ്റിന് വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു കവറിൽ ഗാഡ്ജറ്റ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം അല്ല, ചിലത് ബാഗിൽ വെച്ച് പൂട്ടിയിട്ട് അങ്ങനെയുണ്ട്, ബാഗിലുള്ളതുണ്ട്. ഇത് അത്യാവശ്യം വേണ്ട ഗാഡ്ജറ്റ്സ് ആണ് കേട്ടോ. ഒന്ന് മൈക്കാണ്, ഇത് ഈ മൈക്ക്. ഇത് ചാർജ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് വെക്കുക. മൈക്കിൽ ചാർജിൽ ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. അപ്പൊ മൈക്ക് ഉണ്ട്. പിന്നെ പവർ ബാങ്ക് നമുക്ക് ചാർജ് ചെയ്യാൻ അത്യാവശ്യമായിട്ട് വേണമല്ലോ. പിന്നെ വന്നിട്ടൊരു ട്രൈപോഡ് കേട്ടോ. ഇത് കൂടാണ്ട് എൻ്റെ കയ്യിലൊരു വേറെ ട്രൈപോഡും ക്യാമറയായിട്ടുണ്ടാവും. ഇത് ഫോണിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് പിന്നെ ബാറ്ററി, ലൈറ്റിന്റെ ബാറ്ററിയാണ്. കാരണം നമുക്ക് ചെക്ക് ഇൻ ലഗേജിൽ ബാറ്ററീസ് ഒന്നും പാടില്ല, അതുകൊണ്ട് ഞാൻ അതിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ. ലൈറ്റ് പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് ആവശ്യം വന്നില്ല, ഈവൻ ദോ ഞാൻ അത് എടുത്തിട്ടുണ്ട്. അത് വേറെ, ഞാൻ പറഞ്ഞില്ലേ ചെക്ക് ഇൻ ബാഗിലാണുള്ളത്. പിന്നെ ഹെഡ്സെറ്റ്, ഇതെനിക്ക് അത്യാവശ്യം വന്നില്ല, പക്ഷെ എന്നാലും ഞാൻ ബാഗിൽ ഇട്ടു എന്നേ ഉള്ളൂ. കുറേ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കേൾക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഹെഡ്സെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇതാകുമ്പോൾ എങ്ങനെ വെച്ചാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവിക്ക് അകത്ത് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് എയർപോർട്സും മറ്റ് ഹെഡ്സെറ്റ്സും എങ്ങനെയാ വെച്ചാൽ ഇതിങ്ങനെ വീണു പോകും. പിന്നെ ശരിക്കും പറഞ്ഞത് ഇങ്ങനെ വെക്കണ്ടേ, അപ്പൊ നമുക്ക് കേൾക്കാൻ പറ്റും, ചെവിക്ക് അകത്ത് വെക്കണം, അപ്പൊ നമുക്ക് പുറത്തുള്ള കാര്യങ്ങളും അറിയാൻ പറ്റും. ഇതെനിക്ക് ഭയങ്കര സൗകര്യമാണ് കേട്ടോ. അപ്പൊ ഇതുണ്ട്. പിന്നെ വന്നിട്ട് ഈ ഒരു ചെറിയ സാധനത്തിൽ മെമ്മറി കാർഡും അതേപോലെ തന്നെ മൊബൈലിലേക്ക് കുത്തി വെക്കാനുള്ള മറ്റേ ബാറ്ററിയുടെ സാധനം ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാനിങ്ങനെ ഈ കവറിൽ വെക്കും. നമുക്ക് എയർപോർട്ടിൽ വെച്ചിട്ട് നമുക്ക് സെക്യൂരിറ്റി ചെക്കിന്റെ സമയത്തുണ്ടല്ലോ, ഇതിങ്ങനെ വെച്ചാൽ മതി, ഇത് കാണുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ മതി. എല്ലാം കൂടി പെറുക്കി കൂട്ടി പുറത്തേക്ക് വെക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടെൻഷനല്ല. എനിക്ക് ഭയങ്കര പേടിയാട്ടോ സെക്യൂരിറ്റി ചെക്കിന്റെ സമയത്ത്. ഞാൻ തന്നെയും കൂടി ആകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പിന്നെ ഞാനും അമ്മയും കൂടിയിട്ടാണ് കേട്ടോ ഇത്തവണത്തെ യാത്ര. പിന്നെ വന്നിട്ട് ഇത് ഇങ്ങനെ ഒരു പൗച്ച് കേട്ടോ. ഇതും എപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാവണതാണ്. ഇതിൽ അത്യാവശ്യം വേണ്ട എല്ലാതും ഉണ്ട്. അപ്പൊ ഇതിൽ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ലിപ്സ്റ്റിക്, ലിപ് ബാം, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, പിന്നെ ഒരു ഹാൻഡ് ക്രീം ഉണ്ട്, ലിപ് ബാം ഉണ്ട്.
പിന്നെ ഒരു കോമ്പാക്ട്, ചൂടെടുക്കുന്ന സമയമാകുമ്പോഴാണ് ആവശ്യമുള്ളൂ. ഇവിടെ ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ ഇട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ 2-3 ഹെയർ ടൈസ് ഉണ്ട്. പിന്നെ ഇത് മരുന്നുകളാണ്. അത് ഞാൻ വരുമ്പോൾ നമ്മൾ സെക്യൂരിറ്റി, ഇത് ഞാൻ വരുമ്പോൾ ചെക്കിൻ ബാഗിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ വന്നിട്ട് ഞാൻ ഇതിൽ തന്നെ വെച്ചു. ഇന്ന് രാവിലെ ഞാനും അമ്മയും കൂടിയിട്ട് ഈ മരുന്ന് കഴിച്ചായിരുന്നു കേട്ടോ, വൊമിറ്റ് ചെയ്യാണ്ടിരിക്കാനുള്ളത്. എമോവിൻ അങ്ങനെയല്ല ഇതിന് പറയാം. പിന്നെ ഡോളോ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, കുറെ മരുന്നുകളുണ്ട്. ഇത് എന്തിനാന്ന് എനിക്ക് അറിയില്ല. ഏട്ടനാണ് മേടിച്ചിട്ട് വന്ന്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഞാൻ ആളെ വിളിച്ച് ചോദിക്കുക ഏത് മരുന്നാണ് കഴിക്കുന്നത്, അപ്പൊ അതെടുത്ത് കഴിക്കും ഞാൻ. പിന്നെ ഇതില് നമ്മുടെ ടോയ്ലറ്റ് സാനിറ്റൈസർ, പക്ഷെ ഇതിന്റെ ആവശ്യം വന്നതില്ല. ഇവിടത്തെ ഞാൻ ഹോട്ടലത്തെ വാഷ്റൂം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കാശ്മീർ ആയതുകൊണ്ട് നമുക്കിങ്ങനെ മലമുകളിലൊക്കെ ഇങ്ങനെ കയറി പോകണ്ടേ, അപ്പൊ അങ്ങനെയൊക്കെ പോയിട്ട് ടോയ്ലറ്റിൽ പോകാൻ നമുക്ക് തോന്നിയില്ല. പിന്നെ വെള്ളം കുടിക്കുന്നില്ല ഞാൻ, പൊട്ടശീലാണ്. അതിന്റെ വെള്ളം കുടിച്ച് ബാത്റൂമിലൊക്കെ പോകണം. ഇവിടെ വന്നതിന് ശേഷം ഞാൻ രാവിലെ ഒരു 9 മണിക്ക് ഇറങ്ങുമ്പോൾ വാഷ്റൂമിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് പോവുക പിന്നെ ഒരു 6:30 ആകുമ്പോഴാണ്. അതാണ് ഒരു പ്രശ്നം. പിന്നെ സാനിറ്റൈസർ, ഒരു ഹെയർ ക്ലിപ്പ്, ചീർപ്പ്, എല്ലാം ചാടിപ്പോണ്ട്, ഒരു ഐ ഡ്രോപ്സ് ഇട്ടോ. ഇതിന്റെ ഗുണം എന്താണെന്നറിയോ, ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഇതിൽ ഇങ്ങനെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും. അതാണ് ഞാൻ വാക്കാലോചിച്ച് എന്താ പറയണ്ടേന്നുള്ളത്. ഇതിൽ കുറെ സിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ ഇത് നമ്മൾ തായ്ലാൻഡിൽ നിന്ന് മേടിച്ചത്. ഇതും കൊണ്ടാണ് എൻ്റെ നടപ്പെപ്പോഴും. വണ്ടിയിലിരിക്കുമ്പോഴൊക്കെ നമുക്ക് വൊമിറ്റ് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് മണത്താൽ മതി, അപ്പൊ തന്നെ പോവില്ല, പക്ഷെ ചെറിയൊരു ആശ്വാസം കിട്ടും നമുക്ക്. അപ്പൊ ഇതുണ്ട്. പിന്നെ വന്നിട്ട് ഇത് ഹീറ്റ് പാച്ച് ആണ്. നമുക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇത് എടുത്തിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ആക്കാം. മറ്റേ ഉള്ളില് ഇങ്ങനെ സ്ലീവ്സിന്റെ ഉള്ളിൽ, സ്കിന്നിന്റെ മീതെ ഡയറക്റ്റ് ആയിട്ട് വെക്കുന്ന കേട്ടോ, 2 തുണിയുടെ ഇടയിലായിട്ട്. ഗ്ലൗസിന്റെ അവിടെ വെക്കാം, കാലിന്റെ അവിടെ വെക്കാം, വയറിന്റെ അവിടെ വെക്കാം, അങ്ങനെയൊക്കെ വെക്കാം കേട്ടോ. നമുക്ക് ചെറിയൊരു ചൂട് ഫീൽ ചെയ്യാനായിട്ട് നല്ലതാണ്. പിന്നെ വന്നിട്ട് എൻ്റെ പേഴ്സാണ്. ഇതിൽ പൈസയും പിന്നെ ID കാർഡ്സും എല്ലാം ഇതിലിങ്ങ് സൂക്ഷിക്കും. ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, എല്ലാം വെക്കാം. നമ്മുടെ കാർഡ്സും പാസ്പോർട്ടും പൈസയും അങ്ങനെ എല്ലാം വെക്കാം. കാശ്മീർ വരുമ്പോൾ അത്യാവശ്യം പൈസയും കൊണ്ട് വരുന്നതാണ് നല്ലത്, എല്ലാവരുടെയും GPay എടുക്കില്ല കേട്ടോ. പിന്നെ ഇത് സാൻസേഫിന്റെ ട്രാവൽ വിത്ത് ഈസ് മോഷൻ സിക്നസ് പാച്ച്. ഇന്ന് ഞാനിവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, മരുന്നും കഴിച്ചു, ഞാൻ ഇവിടെ ഒട്ടിക്കുകയും ചെയ്തു. ഒന്നില്ലെങ്കിൽ കാതിന്റെ ഇങ്ങനെ പിന്നിലായിട്ട് അല്ലെങ്കിൽ പൊക്കിളിന്റെ അവിടെയായിട്ട് ഒട്ടിച്ചാൽ മതി, അപ്പൊ മോഷൻ സിക്നസ് കുറയുന്നതാണ് പറയുന്നത്. അതെനിക്ക് തോന്നിയില്ല കേട്ടോ, പക്ഷെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മോഷൻ സിക്നസ് അത്യാവശ്യം നല്ല കൺട്രോളിൽ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് മോഷൻ സിക്നസിന് മരുന്ന് കഴിക്കണം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട്, ഇതുവരെയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം പണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ബുദ്ധിമുട്ട് തുടങ്ങിയത്. നമുക്ക് ഇത്രയും ദൂരം യാത്രയും ചെയ്യണത് ഭയങ്കര കഷ്ടപ്പെട്ടിരിക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ല. മരുന്ന് കഴിച്ചാൽ മാറിച്ചാൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ. പിന്നെ ഒരു ചീർപ്പ് എക്സ്ട്രാ, ഇതിങ്ങനെ എക്സ്ട്രാ ഈ ചീർപ്പ് വന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ ഒരു ചീർപ്പേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുണ്ട്. പിന്നെ ടിഷ്യൂ, വെറുതെ ഇങ്ങനെ ഒരു സെറ്റ് കമ്മൽ, ഇത് കുറെ കാലമായിട്ട് ഇവിടെ കിടക്കണതാ, എങ്ങാനും ഒരു കമ്മൽ പോയി കഴിഞ്ഞാൽ മറ്റേത് എടുക്കാലോ എന്നുള്ള രീതിയിൽ. ഇത്രയേ ഉള്ളൂ. നല്ലതല്ലേ ഇങ്ങനൊരു ബാഗ് ഉണ്ടെങ്കിൽ? ഭയങ്കര സൗകര്യമാണ് കേട്ടോ. നമുക്ക് സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണമെങ്കിലൊക്കെ നല്ലതാണ്. തണുപ്പ് സ്ഥലത്താണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം കേട്ടോ. എനിക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് നല്ല ഒരു ആശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കിങ്ങനെ ഭയങ്കര വരണ്ട് ഇതിരിക്കണ പോലെ തോന്നും. നന്നായിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടുക. തണുപ്പ് സ്ഥലമാണെങ്കിലും വെയിലുണ്ടാവും, വെയിലില്ലെങ്കിലും ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. സൺസ്ക്രീൻ ഇടുക. സൺസ്ക്രീൻ ഇടുന്നതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഇടുന്നതാണ് നമ്മുടെ സേഫ്റ്റിക്ക് നല്ലത്. പിന്നെ വന്നിട്ട് ഇത് ഒരു വെറ്റ് വൈപ്പാണ് കേട്ടോ. ഇത് നല്ലോണം ഉപകാരപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഉടുപ്പിൽ നന്നായിട്ട് ചളിയാവും. ഇവിടെ ഇങ്ങനെ നമ്മൾ സ്നോയുടെ മീതെ കൂടെ ഒക്കെ കയറുമ്പോൾ നല്ല ചളിപിളിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അതൊന്ന് തുടയ്ക്കാൻ, നമ്മുടെ ഷൂസ് ഒന്ന് തുടയ്ക്കാൻ വേണ്ടി, കൈ തുടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഭയങ്കര നല്ലതാണ്. അപ്പൊ ഞാൻ ഒരെണ്ണം വലുത് തന്നെ വെച്ചു കേട്ടോ. പിന്നെ വന്നിട്ട് ഇതിലിങ്ങനെ കുറെ കള്ളികളുണ്ട്. അപ്പൊ ഇതിലേക്ക് അത്യാവശ്യം കോണ്ടാക്ട് ചെയ്യേണ്ട കാർഡ്സും, പിന്നെ അടുത്ത കള്ളിയിൽ വന്നിട്ട് പെർഫ്യൂം. പക്ഷെ എനിക്ക് പെർഫ്യൂം ഞാൻ അധികം ഉപയോഗിച്ചില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് ഇത് കയാലിയുടെ പെർഫ്യൂം, വാനില പെർഫ്യൂമാണ്. നല്ല മണം. ഇത് വന്നിട്ട് ഞാൻ അവിടെ നിന്ന് ലാൻകോമിന്റെ പെർഫ്യൂം ആക്കിയിട്ട് കൊണ്ടുവന്നതാട്ടോ, വീട്ടിൽ നിന്ന് തന്നെ. ഇങ്ങനെ ട്രാവൽ പെർഫ്യൂം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇത് വെക്കും, ഈ വെറ്റ് വൈപ്പിന്റെ സാധനം വെക്കും. അതിന്റെ മീതെ ഇത് വെക്കും. ഇതൊക്കെ എല്ലാം ഇതിൽ കറക്റ്റ് ആയിട്ട് കൊള്ളു കേട്ടോ. അതെനിക്ക് നല്ല ഉപകാരമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് എന്തെങ്കിലും എടുക്കണം തോന്നി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല. മരുന്നിന്റെ പെട്ടി അത് ഇന്നിപ്പോ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യേണ്ട കാരണം മാത്രം എടുത്താണ്, അല്ലെങ്കിൽ എടുക്കില്ല. പിന്നെ അതിന്റെ മീതിയായിട്ട് ഗാഡ്ജറ്റ്സിന്റെ ബാഗ് വെക്കും. പിന്നെ നമുക്ക് ഫ്രണ്ടിലെ കള്ളിയിൽ നോക്കുകയാണെങ്കിൽ 2 കണ്ണടയുണ്ട്. ഒന്ന് എൻ്റെ സൺഗ്ലാസും
ഒന്ന് എൻ്റെ ശരിക്കുള്ള കണ്ണട. എനിക്ക് കാറിലിരിക്കുമ്പോൾ അപ്പൊ ഞാൻ ശരിക്കുള്ള കണ്ണട വെച്ചാൽ എൻ്റെ കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, പവറുള്ള ഗ്ലാസ്സസ് അതുണ്ട്. പിന്നെ ബ്രഷും പേസ്റ്റും അതും ഞാൻ ഇതിൽ തന്നെ വെക്കും കേട്ടോ. അപ്പൊ പിന്നെ മറക്കുന്ന പരിപാടി ഇല്ലല്ലോ. ബ്രഷ് ചെയ്യാൻ മറക്കില്ല എന്നുള്ളതല്ല, ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് എടുക്കാൻ നമ്മൾ ചിലപ്പോൾ മറ്റേ ചെക്കിൻ ബാഗൊക്കെ ആണെങ്കിൽ നമ്മൾ മറന്നൂല്ലേ, വലിയ പെട്ടിയൊക്കെ ആകുമ്പോൾ മറന്നു. ഇതാകുമ്പോൾ പിന്നെ നമ്മൾ മറക്കാണ്ട് ഇതിൽ തന്നെ വെക്കുമല്ലോ. പിന്നെ വന്നിട്ട് ഈ കള്ളിയില് ഇതിൽ ഞാൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ ദിവസം എവിടെയാണ് പോണേന്നുള്ളത്. നമ്മൾ കാശ്മീർ ഇവിടെയും കണ്ടുപോകും. നമ്മൾ കാശ്മീർ വരുന്ന വെനസ്ഡേ 19-ാം തീയതി. അപ്പൊ ഇവിടുത്തെ പ്ലാൻ എല്ലാം കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞു, അത് ടിക്കറ്റു. പിന്നെ പെഹൽഗാം അത് മിനിഞ്ഞാന്ന്. ഇന്നലെ വന്നിട്ട് ഗുൽമർഗാണ് കേട്ടോ. അപ്പൊ അതും കഴിഞ്ഞു. ഇന്ന് വന്നിട്ട് നമ്മൾ സോൻമർഗിലാണുള്ളത്. അപ്പൊ ഞാനിത് ഏകദേശം പൈസ വരുന്നതും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഞാൻ വിചാരിച്ചതിനെക്കാളും കൂടുതൽ പൈസ ചെലവായി. അത് വേറെ കാര്യം. ഇവിടെ വന്നിട്ട് കേട്ടോ പ്ലാനിനും കാര്യങ്ങൾക്കും അല്ല അത്ര ചെലവായത്. അത് ചെലവായി, പക്ഷെ അത് നമുക്ക് അറിയാം ഇത്രയാണ് പാക്കേജ്, ഫ്ലൈറ്റ് ചാർജ് ഇത്രയാന്നൊക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആളുകൾ പല റേറ്റ് പറയും. നമ്മൾ ബാർഗെയിൻ ചെയ്ത് എടുക്കുന്നതിനനുസരിച്ചിട്ടാണ്. ഞാൻ പോയിട്ടുള്ളവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾക്ക് ഇങ്ങനെ പറ്റിക്കപ്പെട്ടു, ഇങ്ങനെ നഷ്ടമായി പോയി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അത് ഇതിന്റെ ഭാഗം. അത് നമ്മളങ്ങ് മനസ്സിൽ ഉറപ്പിച്ച് വന്നാൽ മതി. പിന്നെ അതാലോചിച്ച് അപ്പൊ ഞാൻ എന്തോ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അപ്പൊ അത് മനസ്സിൽ കണക്കാക്കി വരിക. അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ട് വരിക കേട്ടോ. കാശ്മീർ വരുമ്പോൾ ചുമ്മാ അങ്ങ് വരണേക്കാട്ടും നല്ലത് കുറച്ച് റിസർച്ച് ചെയ്ത് വരുന്നത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും. ആളുകൾ പറയുമ്പോൾ നമുക്ക് എത്ര ബാർഗെയിൻ ചെയ്യാം എന്നുള്ളത്, എത്ര കൂട്ടി പറയുന്നുള്ളത് ഉണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ട് കേട്ടോ. ഇത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ സോൻമർഗിലേക്ക് വന്നു. ഇന്നിപ്പോ നമ്മൾ ഇവിടെ സ്റ്റേ ആണ്. അത് ഒരു പ്ലാൻ ആയിരുന്നു. അത് ഇവിടെ അടുത്ത് തന്നെ മുകളിൽ കയറിപ്പോളാം. അത് നമ്മൾ പോയില്ല കേട്ടോ. നാളെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് പോകുന്നത് ശ്രീനഗറിലേക്കാണ്. നാളെ നമ്മൾ ദൽ ലേക്കിലേക്ക് പോകും കേട്ടോ. അത് കഴിഞ്ഞാൽ 24-ാം തീയതി പോവായി. നാട്ടിൽ പോകാൻ കൊതിയുണ്ട് കേട്ടോ. നല്ല ചോറും മീൻ കൂട്ടാനൊക്കെ കഴിക്കാനായിട്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഏത് സ്വർഗത്തിൽ വന്നാലും വീട്ടിൽ പോയി ഇരിക്കുന്നതിന്റെ ഒരു സന്തോഷം സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് നമുക്കത് ഈ സൈഡില് ഈ വാട്ടർ ബോട്ടിൽ, ഇതെനിക്ക് എവിടെ നിന്നാന്ന് അറിയില്ല, ഇത് ഏട്ടൻ്റെയാണ്. അങ്ങനത്തെ ഒരു ചെറിയ വാട്ടർ ബോട്ടിൽ. ഇത്രയും നമുക്ക് താങ്ങി കൊണ്ടുപോകാൻ പറ്റില്ല. ഇതന്നെ ഇത്രയും സാധനങ്ങളില്ലേ, ഇത്രയും ആവശ്യമില്ല. എനിക്ക് എന്റെ ജോലിക്ക് ഇത് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഇത്ര അധികം ക്യാരി ചെയ്യണമെന്നേ ഉള്ളൂ. ഞാൻ തന്നെ പിടിച്ച് നടക്കുകയും ചെയ്യും. ബാക്കിലിട്ട് നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ. ബാക്ക് പാക്ക് ആയതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഹോഴ്സ് റൈഡ് അല്ല, പെഹൽഗാമിൽ കുതിരപ്പുറത്തല്ല നമ്മൾ അത്രയും ദൂരം പോയത്. അത്ര പോയപ്പോഴും ഇത് ബാക്കിലിട്ടിരുന്നിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഹാൻഡ് ബാഗിലാണെങ്കിൽ ഇത് എനിക്ക് താങ്ങാൻ പറ്റില്ലായിരുന്നു. ബാക്ക് പാക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഈ വള്ളി വേണ്ടെങ്കിൽ മാറ്റി വെക്കാം കേട്ടോ. പിന്നെ അത്യാവശ്യ ഘട്ടത്തിലെങ്കിൽ ബാക്ക് പാക്ക് ഇടാൻ ബുദ്ധിമുട്ടാണ്, പേടിയാണെങ്കിൽ ആരെങ്കിലും എടുക്കുമെന്നൊക്കെ പേടിയാണെങ്കിൽ ഞാൻ ഇങ്ങനെയും പിടിക്കും. അപ്പൊ ഈ ബാഗ് നല്ലതാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ബാക്ക് പാക്ക് എന്തായാലും മസ്റ്റാണ് കാശ്മീർ വരുമ്പോൾ. അല്ലാണ്ട് നമുക്ക് ഈ കണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഇതിലിപ്പോൾ നമുക്ക് ഒഴിവാക്കാവുന്ന, ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കാവുന്നതാണ്. വേറെ ഇപ്പോൾ എന്താ പെർഫ്യൂം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഒഴിവാക്കാം. ഗാഡ്ജറ്റ്സ് ഒന്നും ഇത്ര ആവശ്യമില്ല. അപ്പൊ അത്രയ്ക്ക് ആകുമ്പോൾ തന്നെ ലൈറ്റായിട്ട് പാക്ക് ചെയ്ത് മിനിമം സാധനങ്ങൾ, അത് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, ID കാർഡൊക്കെ എന്തായാലും വേണം, അത് വെച്ചിട്ട് ട്രാവൽ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇതാണ് എൻ്റെ വാട്ട് ഈസ് ഇൻ മൈ ബാഗ് കാശ്മീരിലേക്ക് വരുമ്പോൾ ഉള്ളത്. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പാണ്, പക്ഷെ ചെറുതായിട്ട് വെയിലുണ്ട്. ഇപ്പൊ കാണാണ്ടോ ഇതേ കുതിരകൾ പോണത്, ഇങ്ങനെ ആളുകളെ കയറ്റി ഇങ്ങനെ കൊണ്ടുപോട്ടോ. ആ ദൂരം വരെ ഒന്നും കാറ് പോവില്ല. അപ്പൊ ഒന്നില്ലെങ്കിൽ നടന്നിട്ട്, അല്ലെങ്കിൽ ബൈക്കിൽ, അല്ലെങ്കിൽ കുതിര വഴി അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോവുക. പെഹൽഗാമിലാണെങ്കിൽ ബൈക്കും ഉണ്ടായിരുന്നില്ല, കുതിര വഴി മാത്രമേ നമുക്ക് പോകാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇന്നാളെ ഞാൻ ഇങ്ങനെ ഒരു വ്യൂ പ്രതീക്ഷിച്ചതല്ല കേട്ടോ. അതായത് നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ മഞ്ഞ് എന്നുള്ള രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ മെയിനായിട്ടൊരു സാധനം എന്തായാലും വേണ്ടത്, പിന്നെ എന്തായാലും നിർബന്ധമായിട്ട് വേണ്ടത് സൺഗ്ലാസസ് ആണ്. നമ്മൾ വിചാരിക്കും
തണുപ്പ് സ്ഥലമല്ലേ, ആവശ്യമില്ല, വെയിലില്ലല്ലോ, അങ്ങനെയല്ല. നമുക്ക് ഈ വെള്ളയിലേക്ക് നോക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ വെയിലിൽ നിൽക്കണേക്കാട്ടും ബുദ്ധിമുട്ടാണ് ഈ മഞ്ഞത്ത് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഞാൻ ഇതിൽ ഉള്ളതിന്റെ ഒക്കെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ കാശ്മീരിൽ പോയിട്ടുള്ളവരാണെങ്കിൽ വേറെ എസെൻഷ്യൽസ് എന്തെങ്കിലും ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് എന്തായാലും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. ലവ് യു ഓൾസോ സോ മച്ച്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ. ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.